2024 ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് വർഷം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. അതിൽ തന്നെ ലോക രാജ്യങ്ങൾ, ലോക ജനത വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് 2024 നവംബർ മാസം അമേരിക്കയിൽ നടക്കാൻ പോകുന്നത്. ആ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റ് ആരായിരിക്കണം എന്നതിനെ സംബന്ധിച്ച വാശിയേറിയ പോരാട്ടങ്ങളും ചർച്ചകളുമാണ് അമേരിക്കയിലും ഒപ്പം തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ജോ ബൈഡനും തമ്മിലുള്ള ആദ്യ സംവാദം കഴിഞ്ഞിരിക്കുന്നു. ആദ്യ സംവാദത്തിൽ തന്നെ ദേശീയവാദിയായ ക്രൈസ്തവ നിലപാടുകളുള്ള, ഉറച്ച നിലപാടുകളുള്ള ഡൊണാൾഡ് ട്രംപ് ജോ ബൈഡനെ സംവാദത്തിൽ തറ പറ്റിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലഘട്ടത്തിൽ ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരി അമേരിക്കയുടെ ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ വരേണ്ടത്? ട്രംപിനെ പോലെ ഉറച്ച നിലപാടുള്ള, ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ശക്തനായിട്ടുള്ള ഒരു നേതാവിന്റെ ആവശ്യകത എന്താണ്? ഈ കഴിഞ്ഞ ഭരണ കാലയളവിൽ ബൈഡന് പറ്റിയ ഒരു വീഴ്ച എന്തൊക്കെയാണ്? ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ റോസ്. റോസ്, ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു ചർച്ചയുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അമേരിക്കയിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭരണകൂടം, ഭരണ സംവിധാനം എന്തുകൊണ്ട് വേണം എന്നതിനെ പറ്റി ചെറുതായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് കാലങ്ങളായിട്ട് പലപ്പോഴും അമേരിക്കയെ വിശേഷിപ്പിക്കുന്നത് ലോക പോലീസ് എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. ശരിക്കും ഈ ഒരു ഇസ്ലാമിക തീവ്രവാദം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ ഇടങ്ങളിൽ അവർ നടത്തുന്ന ഒളിഞ്ഞും തെളിഞ്ഞും അവർ നടത്തുന്ന ആക്രമണങ്ങളെ പറ്റിയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഒപ്പം തന്നെ ഈ അഭയാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളിൽ, യൂറോപ്പിലും UK-ലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അവർ സൃഷ്ടിക്കുന്ന ദുരിത ഫലങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഛിദ്രശക്തികൾക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടുള്ള ഒരു ഭരണാധികാരി അമേരിക്കയുടെ ഭരണത്തിൽ വരേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ് മാറുന്ന ഒരു ലോകക്രമത്തിൽ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പല ചർച്ചകളിലുമൊക്കെ പങ്കുവച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു ലെഫ്റ്റ്, അതിന്റെ ഒരു സ്വാധീനം ലോക രാജ്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ടും ദർശിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ക്രൈസ്തവ മൂല്യങ്ങളിൽ നിന്നുള്ള ഒരു വ്യതിചലനം പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലായിക്കോട്ടെ അമേരിക്കയിലായിക്കോട്ടെ ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് അബോർഷൻ അനുകൂല നിലപാട്, ക്രൈസ്തവ സംസ്കാരത്തിൽ നിന്നും വ്യതിചലിക്കുന്ന ഭരണകൂടങ്ങളുടെ അല്ലെങ്കിൽ ഭരണ നേതൃത്വങ്ങളിലുള്ളവരുടെ ഒക്കെ ഒരു നിലപാട് നാം കാണുന്നുണ്ട്. ഒപ്പം അത് ആ രാജ്യങ്ങളിൽ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളൊക്കെ കാണുന്നുണ്ട്. നമുക്കറിയാം, ഈ ട്രംപിനെ എന്തുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നതിന്റെ ആദ്യത്തെ ഉത്തരം എന്ന് പറയുന്നത്, ട്രംപ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ പ്രസിഡൻഷ്യൽ കാലയളവ് 2016 മുതലുള്ള അദ്ദേഹത്തിന്റെ പ്രസിഡൻഷ്യൽ കാലയളവ് അദ്ദേഹം ശക്തമായിട്ടുള്ള ചില നിലപാടുകളുണ്ട്. ക്രിസ്ത്യാനിറ്റിയിൽ ഓറിയന്റ് ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ, ധാർമ്മികതയിൽ അടിയുറച്ച് നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഭരണ കാലയളവിൽ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ, ഒപ്പം ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ അദ്ദേഹം സ്വീകരിച്ച ശക്തമായിട്ടുള്ള നിലപാടുകൾ, അതുകൊണ്ടൊക്കെ തന്നെയാണ് ട്രംപിനെ പോലുള്ള ഒരു ശക്തനായിട്ടുള്ള ഉറച്ച നിലപാടുള്ള ഒരു ഭരണ നേതൃത്വം അമേരിക്കയിൽ വരേണ്ടതിന്റെ ഒരു ആവശ്യകത അതാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ഭരണപരമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ആശയങ്ങളുമായി അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ, അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ പോളിസി, അതൊക്കെ നമുക്ക് തുടർന്ന ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യാം. ആദ്യമേ തന്നെ ഈ ബൈഡൻ നമുക്കറിയാം ഒരു കാത്തലിക്കാണ്, അല്ലെ? ബൈഡൻ കാത്തലിക്കാണ്. പക്ഷേ അദ്ദേഹം ഈ കത്തോലിക്കരുടെ ഇടയിൽ അദ്ദേഹത്തിന് അത്രയൊരു സ്വീകാര്യത അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല. മാത്രമല്ല, ഈ ട്രംപിനെ തോൽപ്പിച്ച് അദ്ദേഹം ഈ അമേരിക്കയുടെ ഭരണത്തിൽ വരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ബൈഡൻ അത്ര ഒരു സ്വീകാര്യത അമേരിക്കയിൽ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ ഒരു മാധ്യമങ്ങളുടെയൊക്കെ ഒരു ഓമന പുത്രനായിരുന്നു ഈ ബൈഡൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തി. ട്രംപ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഓരോ കാര്യങ്ങളും, ഓരോ ചലനം പോലും മാധ്യമങ്ങൾ ഒപ്പിയെടുത്ത് അത് വേറെ തരത്തിൽ ട്രോളൊക്കെ ആക്കി വിമർശിക്കുന്ന ശൈലി മുൻ വർഷങ്ങളിൽ നാം കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ആ ഒരു സ്വീകാര്യത ബൈഡന് നഷ്ടപ്പെട്ടു എന്ന് തന്നെ നമുക്കറിയാം. ആ സംവാദത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു മോശം പെർഫോമൻസ് ലോകരാജ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. എവിടെയാണ് ബൈഡന് പഴിച്ചത്? ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ബൈഡന്റെ 5 വർഷം എന്ന് പറയുന്നത്
അമേരിക്കയ്ക്ക് ഒരു ഗവേണിംഗ് സിസ്റ്റം ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കാലങ്ങളിൽ ഹിസ്റ്ററിയിൽ നോക്കുകയാണെങ്കിൽ ചില രാജവംശങ്ങൾ ഒരുപാട് കാലഘട്ടങ്ങൾ നിന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ 1-2 രാജാക്കന്മാർ മാത്രമേ വളരെ ശക്തരായിട്ടോ ഉണ്ടായിരുന്നുണ്ടായിരിക്കും. പക്ഷെ എന്നാലും കുറെ കാലഘട്ടങ്ങൾ അവർ നിൽക്കാൻ കാരണം മോശം രാജാക്കന്മാർ വന്നാലും അവർക്ക് ശക്തമായിട്ടുള്ളൊരു ഗവേണിംഗ് ബോഡി ഉണ്ട്. ഈ സിസ്റ്റം അങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം ഇത് വളരെ ശക്തമായിട്ട് നിൽക്കും. അപ്പൊ കഴിഞ്ഞ ബൈഡന്റെ 5 വർഷം എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ശക്തമായുള്ള ഒരു ഗവേണിംഗ് ബോഡി ഉണ്ട്. ആ ബോഡി അങ്ങനെ ചലിക്കുന്നത് കൊണ്ട് ഇത് ഒരു ലെവലിൽ അങ്ങനെ അങ്ങ് പോകും. പക്ഷെ ബൈഡന്റെ കയ്യിൽ നിന്നും എന്ത് കോൺട്രിബ്യൂഷൻ ഉണ്ടായി എന്ന് നോക്കുമ്പോഴാണ് അമേരിക്ക പ്രതീക്ഷിച്ച അത്ര കോൺട്രിബ്യൂഷൻ ബൈഡന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. പക്ഷെ അതേസമയം ട്രംപിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം അത് ബെറ്റർ ആയിരുന്നതായിരുന്നു. ബൈഡൻ വരുന്ന കാലത്തെ ഏറ്റവും വലിയ പ്രശ്നം ചൈനയെ എങ്ങനെ അഭിമുഖീകരിക്കും. കാരണം ചൈന എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന എക്കണോമിയാണ്. ഏകദേശം $18 ട്രില്യൺ എക്കണോമിയാണ് ചൈന എന്ന് പറയുന്നത്. അമേരിക്ക എന്ന് പറയുന്നത് $28 ട്രില്യൺ എക്കണോമിയാണ്. പക്ഷേ ഇത് ഫാസ്റ്റ് ആയിട്ട് അമേരിക്കയ്ക്ക് ഒരുപാട് ഫാസ്റ്റ് ആയിട്ട് ചൈന ഗ്രോ ചെയ്യുന്നു. സമീപകാലങ്ങളിൽ തന്നെ ചൈന അമേരിക്കയെ തോൽപ്പിക്കും, ഈ സമ്പദ് വ്യവസ്ഥയിൽ തോൽപ്പിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അതുകൂടാതെ തന്നെ ആഫ്രിക്ക അടക്കമുള്ള ഏഷ്യ അടക്കമുള്ള പല മാർക്കറ്റുകളിലേക്കും ചൈന കടന്നുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. അമേരിക്ക പുറന്തള്ളപ്പെടുന്നു. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ച് ഇനിയിപ്പം ട്രംപ് വരികയാണെങ്കിലും ആര് ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. ഏറ്റവും പ്രധാനമായിട്ടും അമേരിക്കയിലെ ജനത നോക്കുന്നത് ഇതിനെ എത്രത്തോളം കൗണ്ടർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ അമേരിക്കയിലെ ജനത ഉദ്ദേശിച്ചതുപോലെ ബൈഡന്റേതായ കോൺട്രിബ്യൂഷനിലൂടെ പ്രത്യേകിച്ച് ഒരു അപ്ലിഫ്റ്റ്മെന്റ് എക്കണോമിയിൽ കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു റീസൺ ആയിട്ടാണ് കാണുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ അമേരിക്ക സ്വീകരിക്കുന്ന പല നിലപാടുകൾ, ഇനി അമേരിക്കയുടെ എന്തുകൊണ്ട് ലോകരാജ്യങ്ങൾ ഈ അമേരിക്കൻ ഇലക്ഷനെ നോക്കിക്കാണുന്നു, അത് അമേരിക്ക സ്വീകരിക്കുന്ന ചില ശക്തമായിട്ടുള്ള നിലപാടുകൾ അത് ലോകരാജ്യങ്ങളിൽ ചെലുത്തുന്ന ശക്തമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അമേരിക്ക ഇറാഖിലേക്ക് നടത്തിയ ആക്രമണം, അഫ്ഗാനിലേക്ക് നടത്തിയ ഒരു ആക്രമണം, അത് പിന്നീട് ലോകരാജ്യക്രമങ്ങളിൽ സൃഷ്ടിച്ച ഒരു ഇംബാലൻസ്, ആ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ഒരു ഫാർ റീച്ചിങ് ഒരു കോൺസിക്വൻസ് ആണ് പല മേഖലകളിലും അത് ചെലുത്തിയിട്ടുള്ളത്. എല്ലാ രാജ്യങ്ങളിലും അത് ഇമ്പാക്ട് ചെയ്യും. അമേരിക്ക സ്വീകരിക്കുന്ന ഒരു പോളിസി, അമേരിക്ക എന്ത് പറയുന്നു ഒരു വിഷയത്തിൽ, എന്ത് പറയുന്നു, ഏത് രാജ്യത്തോടൊപ്പം നിൽക്കുന്നു, അത് ലോകത്തിന്റെ ഭാവിയെ തന്നെ ബാധിക്കുന്ന ഒരു തീരുമാനം തന്നെയാണ്. നമുക്ക് ഇനി ഈ ട്രംപിന്റെ ഈ ഒരു ചില ശ്രദ്ധേയമായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സ്വീകരിച്ച ചില നിലപാടുകൾ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു നേട്ടം എന്ന് പറയുന്നത് ട്രംപിന്റെ കാലയളവിൽ അമേരിക്കൻ പട്ടാളത്തിന് ഒരു യുദ്ധത്തിന് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. പക്ഷെ നിലയ്ക്ക് നിർത്തേണ്ടവരെ കൃത്യമായിട്ട് നിലയ്ക്ക് നിർത്താനും അദ്ദേഹത്തിന് സാധിച്ചു. ഇറാൻ പോലുള്ള രാജ്യങ്ങൾ അവരുടെ ഈ ന്യൂക്ലിയർ വെപ്പണിന്റെ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട നടപടികളൊക്കെ അവരുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തി. ഒപ്പം തന്നെ അവരുടെ ഒരു മിലിറ്ററി ജനറൽ ഉണ്ടല്ലോ, അതായത് ഖാസിം സുലൈമാനി, അദ്ദേഹത്തെ ഈ ഇറാഖിലെ ബാഗ്ദാദ് എയർപോർട്ടിൽ വെച്ച് തന്നെ അമേരിക്കൻ ഡ്രോൺ അറ്റാക്കിലൂടെ അദ്ദേഹത്തെ തീർത്തു കളയുന്നു. പിന്നീട് ഈ IS-ന്റെ നേതാവ് അൽ ബഗ്ദാദി അയാളെ കൊന്നൊടുക്കുന്നു. ഒപ്പം തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റിനെ നിലയ്ക്ക് നിർത്താൻ ട്രംപിന് സാധിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ക്യാപിറ്റൽ ജെറുസലേം ആയിട്ട് അത് ട്രംപ് റെക്കഗ്നൈസ് ചെയ്യുന്നു. ഒപ്പം ഈ US-ന്റെ എംബസി ജെറുസലേത്തിലേക്ക് മാറ്റുന്ന കാര്യത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ഒപ്പം ആ ഒരു ഇസ്രായേൽ അറബ് ബന്ധം അത് കുറെ കൂടി ഊഷ്മളമാക്കാൻ ട്രംപിന് സാധിച്ചു. ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു അബ്രഹാമിക് അക്കോർഡ്, വെസ്റ്റ് ഏഷ്യ പീസ് എഗ്രിമെന്റിലേക്കൊക്കെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ട്രംപിന് നടത്താൻ സാധിച്ചു. അപ്പൊ ആ കാലയളവിൽ ഈ അറബ് രാജ്യങ്ങളും പ്രത്യേകിച്ച് ഇസ്രായേലും തമ്മിലുള്ള ബന്ധം ഊഷ്മളമായിരുന്നു. പിന്നീട് ഈ ഹമാസ് അറ്റാക്ക് അതുണ്ടാക്കിയ ഇമ്പാക്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുമൂലം ഈ അറബ് രാജ്യങ്ങൾ ഇസ്രായേൽ തമ്മിലുള്ള ബന്ധങ്ങളിലൊക്കെ വളരെയധികം വിള്ളൽ വീഴ്ത്താൻ ഇടയായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഈ ഇന്റർനാഷണൽ പോളിസി, പിന്നെ റോബിൻ പറഞ്ഞതുപോലെ ചൈനയെ നിലയ്ക്ക് നിർത്താൻ സാധിച്ചു. ചില ട്രേഡ് എഗ്രിമെന്റിൽ അമേരിക്ക ഫസ്റ്റ് പോളിസി, അതായിരുന്നു എടുത്തു പറയേണ്ട ഒരു കാര്യം. അമേരിക്ക എപ്പോഴും ഫസ്റ്റ് എന്നുള്ളൊരു പോളിസിയാണ്. ഈ പല അമേരിക്ക ദോഷം ചെയ്യുന്ന പല എഗ്രിമെന്റ്സിൽ നിന്നും അദ്ദേഹം പിൻവലിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പാരീസ് ക്ലൈമറ്റ് എഗ്രിമെന്റ്, അതുമായിട്ട് നാറ്റോയുമായിട്ടുള്ള ഇടപെടൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ പൈസ മുടക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് സുരക്ഷയുള്ളൂ. അപ്പൊ അദ്ദേഹം അതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ നോക്കുമ്പം മറ്റുള്ളവർ നമ്മള് പൈസ മുടക്കിക്കൊണ്ടേയിരിക്കുന്നു, മറ്റുള്ളവര് പൈസ മുടക്കാൻ തയ്യാറാകുന്നില്ല, നമ്മൾ പൈസ മുടക്കി എന്തിനാ അവരെയും കൂടെ സംരക്ഷിക്കണം. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞപ്പോൾ മുതൽ അവര് വ്യാപകമായ തോതിൽ
പണം ഇറക്കാൻ തുടങ്ങി. നാറ്റോയിലെ ചെലവുകൾക്ക് അവർ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും കൂടി പണം ഇറക്കാൻ തുടങ്ങി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തെ അതിനെ കൗണ്ടർ ചെയ്യാൻ കഴിയുന്നില്ല, അദ്ദേഹത്തിന്റെ ആ നിലപാടിനെ. അതെ അതെ, അത് കറക്റ്റ് ആണ്. അപ്പൊ എപ്പോഴും അമേരിക്കയ്ക്ക് എന്താണോ ഗുണം, മെച്ചം എന്നുള്ളൊരു ദേശീയവാദത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ നിലപാടാണ്. ട്രംപിന്റെ ആ വാദത്തെ തന്നെ പോപ്പുലിസം എന്നുള്ള ഒരു രീതിയിലാണ് പറയുന്നത്. എന്താ വെച്ചാൽ ദേശീയതാവാദം, പോപ്പുലിസം. അപ്പൊ യൂറോപ്പിലൊക്കെ ഇപ്പം ഈ തീവ്ര വലതുപക്ഷം കടന്നു വരുമ്പോൾ ശരിക്കും ട്രംപിനെയാണ് അവര് അനുകൂലിച്ച് സംസാരിക്കാറുള്ളത്. കാരണം ട്രംപിന്റെ ആ എടുത്ത നിലപാടുകൾ, അതേ നിലപാടുകളാണ് യൂറോപ്പിലെ തീവ്ര വലതുപക്ഷം നിലപാടുകൾ സ്വീകരിക്കുന്നത്. പോപ്പുലിസം, തീവ്ര ദേശീയ നിലപാടുകൾ. ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് റോസിലേക്ക് പെട്ടെന്ന് വരാം. അതായത് ഈ അഭയാർത്ഥികളുമായിട്ട് നമുക്ക് ഈ അഭയാർത്ഥികൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ വളരെയധികം സങ്കീർണമാണ്. പല ഇമ്പാക്റ്റും പല അവർ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളൊക്കെ യൂറോപ്യൻ രാജ്യങ്ങൾ നാം പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ അഭയാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഉറച്ച നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മെക്സിക്കോയിൽ ആ ഒരു ബോർഡർ വാളിന്റെ ഒരു ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഒപ്പം ഈ വിവിധ ഈ ഇസ്ലാമിക തീവ്രവാദം ശക്തി പ്രാപിച്ച ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു ട്രാവൽ ബാൻ, അത് വളരെ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പല അത്തരത്തിലുള്ള നിലപാടുകളും പലരുടെ കൈയടി മേടിക്കാൻ ഇടയായിരുന്നു. ഒപ്പം അദ്ദേഹത്തിന്റെ ഭരണ കാലയളവിൽ അമേരിക്കയിലേക്ക് വരുന്ന അഭയാർത്ഥികളുടെ എണ്ണത്തിൽ ഒരു ഗണ്യമായിട്ടുള്ള ഒരു കുറവ് വരുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒരു കണക്ക് പറയുന്നത്, അത് 2016 അമേരിക്കയിലേക്ക് വന്ന അഭയാർത്ഥികളുടെ 1,80,000 ആയിരുന്നെങ്കിൽ പിന്നീട് 2019 ആയപ്പോഴേക്കും 24,000 കുറയ്ക്കാൻ സാധിച്ചു. അപ്പൊ ഈ അഭയാർത്ഥികൾ സൃഷ്ടിക്കുന്ന പ്രശ്നം, ഇസ്ലാമിക തീവ്രവാദം സൃഷ്ടിക്കുന്ന പ്രശ്നം, ഇസ്രായേലിനൊപ്പം നിൽക്കേണ്ട ആവശ്യകത, ചൈന സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾ, അമേരിക്ക ഫസ്റ്റ് എന്ന ഒരു പോളിസി. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ഒരു ഉറച്ച നിലപാടോടുകൂടി, ചങ്കൂറ്റത്തോടുകൂടി ലോകം നേരിടുന്ന, ലോക സമാധാനത്തിന് ഭീഷണിയാവുന്ന ശക്തികൾക്കെതിരെ നിലപാടെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇനി നമുക്ക് ശ്രദ്ധേയമായിട്ടുള്ള, ഇതിനേക്കാളൊക്കെ ഉപരി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ഈ ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ച നിലപാട്. അത് എടുത്തു പറയേണ്ടതാണ്. മറ്റൊരു പ്രസിഡന്റിനും പലപ്പോഴും അത്തരത്തിലുള്ള നിലപാടിലേക്ക്, ഇപ്പൊ കാത്തലിക് എന്ന് അവകാശപ്പെടുന്ന ബൈഡന് പോലും പലപ്പോഴും സ്വന്തം വിശ്വാസത്തെ പബ്ലിക്കായിട്ട് ഏറ്റുപറയാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല, അല്ലെ? അത് ഈ പൊതുവേദികളിലെ ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ക്രൈസ്തവ നിലപാടുകൾ, വിശ്വാസത്തെ പ്രതി അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള നിലപാടുകൾ വളരെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇപ്പൊ ഈ അടുത്ത് തന്നെയാണെങ്കിലും ഈ പ്രസിഡൻഷ്യൽ ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു സ്ലോഗൻ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, ആ ഒരു സ്ലോഗന്റെ പ്രചരണത്തിന്റെ ഇടയിൽ അദ്ദേഹം പൊതുവായിട്ട് പറഞ്ഞൊരു കാര്യം ഇതാണ്: ഞാൻ പ്രസിഡന്റ് ആയാൽ അമേരിക്കയിൽ ക്രിസ്തീയത തിരികെ കൊണ്ടുവരും. അമേരിക്കയ്ക്ക് ഇന്ന് കൈമോശം വന്നിരിക്കുന്നതിൽ ഏറ്റവും വലിയൊരു കാര്യം ക്രിസ്തീയതയാണ്. അമേരിക്കയുടെ മൂല്യച്യുതി, അതിന് പിന്നിൽ ക്രിസ്തീയത നഷ്ടപ്പെട്ടതാണ്, അല്ലെങ്കിൽ ആ പാരമ്പര്യങ്ങൾ, അമേരിക്കയുടെ പാരമ്പര്യങ്ങൾ ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അതിന്റെയൊക്കെ ഒരു കാരണം ബേസിക് ആയിട്ട് അമേരിക്കയില് ക്രിസ്തീയത ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്തീയ മൂല്യങ്ങള് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ക്രിസ്തീയതയ്ക്ക് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാത്ത അവസ്ഥാവിശേഷങ്ങൾ. അപ്പൊ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായിട്ട് പ്രസ്താവിച്ചു, ക്രിസ്തീയത അമേരിക്കയിലേക്ക് തിരികെ കൊണ്ടുവരുമ്പോൾ തന്നെ അമേരിക്ക വിൽ ബിക്കം ഗ്രേറ്റ് അഗെയിൻ. അപ്പൊ അതാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസിഡൻഷ്യൽ ക്യാമ്പയിനിന്റെ മെയിൻ ഒരു ആപ്തവാക്യം അതായിരുന്നു. പിന്നെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർച്ച് ഫോർ ലൈഫ്, അമേരിക്കയിലെ വലിയൊരു പ്രോ ലൈഫ് മുന്നേറ്റമാണ് മാർച്ച് ഫോർ ലൈഫ്. ജീവന്റെ പ്രതിരോധത്തിനായിട്ടുള്ള ഒരു വൻ ക്യാമ്പയിൻ തന്നെയായിരുന്നു മാർച്ച് ഫോർ ലൈഫ് റാലികൾ. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് റോ വേഴ്സസ് വേർഡ് എന്നുള്ള വിധി മാറ്റപ്പെട്ട ഒരു അവസ്ഥ വന്നത്. അതിന് പിന്നിലും ഡൊണാൾഡ് ട്രംപിന്റെ പങ്ക് വലിയൊരു പങ്കുണ്ട്. അപ്പൊ മാർച്ച് ഫോർ ലൈഫിൽ നേരിട്ട് പങ്കെടുത്ത ആദ്യത്തെ ഒരു പ്രസിഡന്റ് ആയിരുന്നു ഡൊണാൾഡ് ട്രംപ്. അന്ന് ഡൊണാൾഡ് ട്രംപ് ദൈവവചനം ഉദ്ധരിച്ചാണ് ആ മാർച്ച് ഫോർ ലൈഫ് റാലിയിൽ ഒരു പ്രസംഗം നടത്തി. ദൈവമേ, അങ്ങ് ഞങ്ങളെ മഹനീയമായി സൃഷ്ടിച്ചു. ആ ഒരു വചനം ഉദ്ധരിച്ച് ആ മാർച്ച് ഫോർ ലൈഫ് വേദിയെ പുളകം കൊള്ളിച്ച ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ സുപ്രീം കോടതി ജഡ്ജായിട്ട് ആമി കോണി ബാരറ്റിനെ നിർദ്ദേശിച്ചതും അപ്പോയിന്റ് ചെയ്തതും ഒക്കെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാലത്ത്. കറക്റ്റാണ്. കാരണം ഈ ജഡ്ജിമാരായിട്ട്, അത് അമേരിക്കൻ ജുഡീഷ്യൽ സിസ്റ്റം, എനിക്ക് തോന്നുന്നു ഈ ഏകദേശം 217ഓളം ജഡ്ജിമാരെ അദ്ദേഹം തന്നെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. പലരും, അതിൽ ഭൂരിഭാഗം പേർക്കും, എല്ലാവർക്കും തന്നെ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും ഒരു പ്രോ ലൈഫ് കാഴ്ചപ്പാടുള്ള ഒരു ജഡ്ജിമാരെ അദ്ദേഹത്തിന് നിയമിക്കാൻ സാധിച്ചു. അപ്പൊ നിയമ സംവിധാനത്തെ തന്നെ അദ്ദേഹം ഒരു ക്രൈസ്തവ മൂല്യത്തിൽ അധിഷ്ഠിതമായിട്ട് ഉടച്ചു വാർക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഈ ഇത്രയും പതിറ്റാണ്ടുകള് ചരിത്രമുള്ള ഈ റോ വേഴ്സസ് വേർഡ് എന്നുള്ള നിയമം അമേരിക്കയിൽ ഒരു കാലത്തും അത് ഇല്ലാതാകുന്ന ആരും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ജഡ്ജിമാരുടെ നിയമനം മൂലം സുപ്രീം കോടതിയിൽ എന്ത് സംഭവിച്ചു? ഈ പ്രോ ലൈഫിന് അനുകൂലമായിട്ടുള്ള ജഡ്ജിമാർ ഭൂരിപക്ഷമായി. അങ്ങനെ വന്നു വന്നപ്പോൾ ആ നിയമം ഇല്ലാതായി. ഇപ്പൊ സംസ്ഥാനങ്ങളാണ് നിയമനിർമ്മാണം നടത്തുന്നത്, ഇതിനെ സംബന്ധിച്ചുള്ള നിയമനിർമ്മാണം നടത്തുന്നത്. പക്ഷെ അത് ഒരിക്കലും, അത് ഭയങ്കര ചരിത്രപരമായ, അമേരിക്കയിൽ ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ആ റോവേഴ്സ് വേർഡ്, ആ നിയമം ഇല്ലാതാകുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, അദ്ദേഹം പലപ്പോഴും ഈ എന്താ പറയാ, അബോർഷന് അനുകൂലമായിട്ട് സംസാരിക്കുന്നവര് ഒരിക്കലും
കുഞ്ഞുങ്ങളെ കുറിച്ച് സംസാരിക്കാറില്ല എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും ദുഃഖകരമായ വസ്തുത. പക്ഷെ അദ്ദേഹം പറയുമ്പോഴെല്ലാം ഇപ്പം കഴിഞ്ഞ ദിവസത്തെ ഡിബേറ്റിൽ പോലും അദ്ദേഹം പറഞ്ഞു, അപ്പോൾ നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നാണ് ചോദിക്കുന്നത്. സ്ത്രീകൾക്ക് അവകാശമൊക്കെ സ്ത്രീകൾക്ക് അവകാശമുണ്ട്, പക്ഷെ ഈ കുഞ്ഞുങ്ങളുടെ അവകാശത്തെ കുറിച്ച്, അപ്പൊ അദ്ദേഹം ആ കുഞ്ഞുങ്ങളുടെ അവകാശത്തെ കുറിച്ച് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഇത്രയും കേസുകൾ ഉണ്ടെങ്കിലും ഇത്രയും എല്ലാം എല്ലാ ഭാഗത്തു നിന്നും സമ്മർദ്ദങ്ങൾ പുറത്തു പോകാനുണ്ടായിട്ടും അദ്ദേഹം എനിക്ക് തോന്നുന്നു വിജയിച്ചിരിക്കുന്ന ഈ ജീവന്റെ സംരക്ഷണത്തിന് വേണ്ടി നിലനിൽക്കുക എന്ന് പറയുന്നത് അത് വളരെ വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അതേപോലെ എടുത്തു പറയേണ്ടത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ട കുറെ അവസ്ഥകൾ, ഈ അബോർഷൻ സെന്ററുകൾ, പ്ലാന്റ് പേരന്റ്ഹുഡ് ക്ലിനിക്കുകൾ, അതിന്റെ ഒക്കെ മുൻപിൽ പ്രാർത്ഥിക്കുന്നവരെ, പ്രോ ലൈഫ് പ്രവർത്തകരെ ജയിലിൽ അടയ്ക്കുന്ന അവസ്ഥകൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് വീണ്ടും വാഗ്ദാനം ചെയ്ത ഒരു കാര്യമാണ് മതസ്വാതന്ത്ര്യം, വിശ്വാസത്തെ, പ്രാർത്ഥനാ സ്വാതന്ത്ര്യം. ഇതൊക്കെ രാജ്യത്ത് ഉറപ്പുവരുത്തും. അത് നമുക്ക് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അതിനു മുൻപ് ഇല്ലാതിരുന്ന പ്രതിഭാസമാണ് ഈ ബൈഡന്റെ ഈ പ്രസിഡൻഷ്യൽ കാലയളവിൽ കുറെ കേസുകൾ ഇങ്ങനെ ഈ പ്രോ ലൈഫ് സെന്ററുകളുടെ മുമ്പിൽ പ്രാർത്ഥിച്ചതിന്റെ പേരിൽ മാത്രം ജയിലിൽ അടക്കപ്പെട്ട കുറെ പേര്. റിലീജിയസ് സിസ്റ്റേഴ്സ് ഓഫ് ദി പുവർ എന്ന് പറഞ്ഞ അവര് ഈ അബോർഷൻ ക്ലിനിക്കുകൾക്ക് മുമ്പിലൊക്കെ പ്രാർത്ഥിക്കും. അവരെ പേരെടുത്ത് വിളിച്ച് ട്രംപ് ഇരിക്കുന്ന വേദിയിലേക്ക് തന്നെ ആ സിസ്റ്റേഴ്സിനെ ഒക്കെ വിളിച്ച് അവരെ ആദരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അവർക്കെതിരെയുള്ള കേസ് പോലും പുള്ളിയുടെ ഇടപെടൽ കൊണ്ടാണ് ഇല്ലാതായത്. കാരണം യുത്തനേഷ്യക്കെതിരെയല്ല അവർ പ്രതികരിക്കുന്നുണ്ടായിരുന്നു, അവർക്ക് അതിനെതിരെ കേസുകൾ ഉണ്ടായിരുന്നു കോടതിയിൽ. ആ കേസുകളെല്ലാം ഇല്ലാതായത് പുള്ളി വന്നതിന് ശേഷമാണ്. അത് വളരെ വലിയൊരു വാർത്തയായിരുന്നു കാലത്ത്. മാത്രമല്ല ലൂസിയാന സംസ്ഥാനത്ത് ഈ അടുത്തിടയ്ക്ക് എല്ലാ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 10 കൽപ്പനകൾ പൊതുവായിട്ട് പ്രദർശിപ്പിക്കണമെന്നൊരു നിയമം വന്നു. അതിന് ട്രംപ് നൽകിയ ഒരു പിന്തുണ വളരെ വലുതായിരുന്നു. അമേരിക്കയിലെ വിശ്വാസം പുതുജീവൻ പ്രാപിക്കുന്നതിന്റെ ആദ്യ പടിയായിട്ട് ഈ 10 കൽപ്പനകൾ പ്രദർശിപ്പിക്കുന്നത് കാണാൻ സാധിക്കുമെന്നായിരുന്നു ട്രംപ് അന്ന് പ്രതികരിച്ചത്. ഒപ്പം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പാലസ്തീൻ അനുകൂലം മുദ്രാവാക്യങ്ങളുടെ പ്രക്ഷോഭത്തിന്റെ മറവിൽ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ, കൊളംബിയൻ യൂണിവേഴ്സിറ്റിയിൽ കാട്ടിക്കൂട്ടുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനെതിരെ ശക്തമായ നിലപാട് കൊളംബിയൻ യൂണിവേഴ്സിറ്റിയിൽ ഭയങ്കരമായിട്ട് പലസ്തീൻ അനുകൂല പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നപ്പം ആ തീവ്ര ഇടതുപക്ഷ ചിന്താഗതികളിൽ നിന്ന് ആ വിദ്യാഭ്യാസ മേഖലയെ തിരിച്ചു പിടിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഈ പീഡിത ക്രൈസ്തവർ എന്നൊരു വിഭാഗം തന്നെ ലോകത്തിലുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന തന്നെ നടത്തിയ ശ്രദ്ധേയനായിട്ടുള്ള ഒരു ഭരണാധികാരി തന്നെയാണ് ട്രംപ്. അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ട്രംപ് എപ്പോഴും നിലകൊണ്ടിരുന്നത്. 2019 ഈ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമ്മേളനം US വെച്ച് നടന്ന സമ്മേളനത്തെ ആദ്യമായി അഭിസംബോധന ചെയ്ത US പ്രസിഡന്റ് കൂടിയാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള കണക്കുകളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അന്നത്തെ ഒരു സ്പീച്ചിന്റെ ഒരു ഭാഗം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വി ആർ സ്റ്റാൻഡിംഗ് അപ്പ് ഫോർ ഓൾമോസ്റ്റ് 250 million ക്രിസ്ത്യൻസ് അറൌണ്ട് ദി വേൾഡ് ഹു ആർ പെർസിക്യൂട്ടഡ് ഫോർ ദെയർ ഫെയ്ത്ത്. ഈ ഒരു സെന്റൻസ് തന്നെ പറയണമെങ്കിൽ അത് എന്താ പറയണേ, ഒരു ആളാകാനോ ഒന്നുമല്ല, അത് ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാണ്. പല പ്രസംഗവേദികളിലും ഈ റിലീജിയസ് പെർസിക്യൂഷൻ മൂലം പലായനം ചെയ്യേണ്ടി വരുന്ന ക്രൈസ്തവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ശബ്ദമുയർത്തിയിരുന്നു. അതായത് അദ്ദേഹം CBN നടത്തിയ ഒരു അഭിമുഖത്തിൽ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, ഈ പറയുന്ന ഈ സിറിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ക്രിസ്ത്യൻ റെഫ്യൂജീസിനെ താൻ സ്വീകരിക്കും. കാരണം അവരെ സ്വീകരിക്കാൻ പല രാജ്യങ്ങളും തയ്യാറാകുന്നില്ല. അവിടെ നിന്ന് വരുന്ന ഇസ്ലാം മതസ്ഥരായിട്ടുള്ള റെഫ്യൂജീസിനെ സ്വീകരിക്കാൻ പല രാജ്യങ്ങളും തയ്യാറാകുന്നുണ്ട്. പക്ഷേ ഈ പീഡനം മൂലം പലായനം ചെയ്യേണ്ടി വരുന്ന ക്രിസ്ത്യൻ റെഫ്യൂജീസ് അവരെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ശബ്ദം ഉയർത്തുന്നു. മറ്റൊരു ശ്രദ്ധേയമായിട്ടൊരു പോയിന്റ് കൂടിയുണ്ട്. ഈ തുർക്കി ജയിലിൽ ഉണ്ടായിരുന്ന ഒരു പാസ്റ്റർ ഉണ്ട്, പാസ്റ്റർ ആൻഡ്രൂ ബ്രൺസൺ എന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കേസിൽ ഈ തയ്യിബ് എർദോഗനുമായിട്ട് ഒരു കോൺവെർസേഷൻ നടത്തി, ഒരു ഡിസ്കഷൻ നടത്തി. അദ്ദേഹത്തിന്റെ ഒരു മോചനമൊക്കെ ഈ ട്രംപിന് സാധ്യമാക്കുന്ന ഒരു സ്ഥിതിവിശേഷം. നമുക്ക് തയ്യിബ് എർദോഗൻ അറിയാം, ഹാഗിയ സോഫിയ മോസ്കാക്കി മാറ്റിയ തീവ്ര ഇസ്ലാമിസ്റ്റ് ഒരു ഭരണ നേതാവാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്ത് പോലും ട്രംപിന്റെ ഉറച്ച നിലപാട് പോലും ഈ പറയുന്ന പാസ്റ്ററെയൊക്കെ റിലീസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയുണ്ടായി. അപ്പോൾ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് പറയാൻ വിട്ടുപോയതാണ് ഈ നോർത്ത് കൊറിയയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അല്ലെ. നോർത്ത് കൊറിയ വലിയൊരു ഭീഷണിയും കാര്യങ്ങളും, ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കും, അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ പോയിട്ട് പറയാൻ നാടൻ ഭാഷ പറയുകയാണെങ്കിൽ ഈ സിംഹത്തിന്റെ ഒരു മടയിൽ പോയി ഈ കിം ജോങ് ഉന്നെ കൈയൊക്കെ കൊടുത്ത് ചർച്ച നടത്തുന്ന ഒരു ചിത്രമൊക്കെ കണ്ടതാ. സിംഗപ്പൂരും വെച്ചും കൂടിക്കാഴ്ച നടത്തി, പിന്നീട് കൊറിയൻ അതിർത്തിയിൽ വെച്ചും അവർ കൂടിക്കാഴ്ച നടത്തി. അത് ഒരുപക്ഷെ ചരിത്രത്തിൽ രേഖപ്പെട്ട വലിയ സംഭവമാണ്. ഒരു അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ ചെയ്യുക എന്ന് പറയുന്നത് അത് വളരെ അസാധാരണമായ ഒരു സംഭവം. അപ്പൊ അദ്ദേഹത്തിൽ നിന്നും അങ്ങനെയെല്ലാം ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഇപ്പോൾ ശരിക്കും ഇനി അദ്ദേഹം പ്രസിഡന്റ് ആകുവാണെങ്കിൽ അദ്ദേഹത്തെ ഒരു പക്ഷേ ഇപ്പം കുറെ ചലഞ്ചുകളുണ്ട്. അപ്പൊ ഒരു പക്ഷേ ഈ ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയും തമ്മിൽ വളരെ ഒരു വ്യത്യാസം നമ്മൾ കാണുന്നത്,
ഡെമോക്രാറ്റിക് പാർട്ടി എപ്പോഴും ബാലൻസ് ചെയ്ത് കൗണ്ടർ ബാലൻസ് ചെയ്ത് അങ്ങനെ ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സ് അങ്ങനെ അവർ കൊണ്ടുപോകും. എന്ന് വെച്ചാൽ ഇപ്പൊ അവരെ ഇറാനെ ആക്രമിക്കുന്നു പറഞ്ഞാൽ ആക്രമിച്ച് അവർ തകർക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇറാൻ എപ്പോഴും ഈ പശ്ചിമേഷ്യയിൽ ഒരു കൗണ്ടർ ബാലൻസിങ് ആണ്. സുന്നി ഇസ്ലാമിനെതിരെയുള്ള ഒരു ബാലൻസിങ് ആണ്. അവരൊരിക്കലും ഇറാനെ ആക്രമിച്ചില്ലാതാക്കില്ല. ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ഡെമോക്രാറ്റുകളുടെ ഒരു രീതി. അതാണ് ഇപ്പൊ ജോ ബൈഡൻ വന്നാലും മറ്റേ നമ്മുടെ ബറാക്ക് ഒബാമയായിരുന്നെങ്കിൽ അവരെല്ലാം അങ്ങനെയുള്ള ഒരു രീതിയാണ് അവർ പിന്തുടരുന്നത്. പക്ഷെ റിപ്പബ്ലിക്കൻസ് വരുമ്പം എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അടിക്കാനുള്ളിടത്ത് കയറി അടിക്കും. അവര് ഭയങ്കര ഷാർപ്പാണ്. ഇപ്പൊ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വന്നു കഴിയുമ്പോൾ ജിയോ പൊളിറ്റിക്സ് എങ്ങനെ മാറും എന്ന് ഒരു പക്ഷേ നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ കയറി ഇനാഗ്രേഷൻ നടക്കുന്നതിന് മുന്നേ തന്നെ ഈ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറയാം. അപ്പം സെലൻസ്കി തന്നെ പറയുന്നുണ്ട്, ഞങ്ങളുടെ പരമാധികാരത്തിൽ കൈകടത്താത്ത രീതിയിൽ എന്തുവാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഇപ്പോൾ തന്നെ വ്യക്തമാക്കണം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഒരിക്കലും അറിയില്ല. ഒരു പക്ഷേ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ യുദ്ധം ഇപ്പൊ റഷ്യയുമായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട്, ചിലപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് യുദ്ധം ഇല്ലാതാകാൻ കഴിയും. അപ്പോൾ അദ്ദേഹം വന്നു കഴിയുമ്പോൾ ജിയോ പൊളിറ്റിക്സ് എങ്ങനെ വേണമെങ്കിലും മാറാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതേ സാഹചര്യത്തിൽ തന്നെ ഇസ്രായേൽ ഇപ്പം കുറച്ച് നാളുകൾക്ക് മുന്നും തന്നെ ബൈഡനുമായിട്ട് ഇസ്രായേൽ ഉടക്കിലായിരുന്നു. അപ്പോൾ അന്ന് തന്നെ പറയുന്നുണ്ട് ഈ അടുത്ത പ്രസിഡന്റ് ആകാൻ സാധ്യത ട്രംപിനാണ് എന്ന്. അന്ന് തന്നെ ഒരു ചർച്ച നടന്നുകൊണ്ടിരുന്നത്, കുറച്ച് നാളുകളായിട്ട് ട്രംപിനുള്ള സാധ്യതകൾ ചർച്ച നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ സെലൻസ്കി ഇന്ന് ഇങ്ങനെയുള്ള ഒരു പരാമർശം കൂടി നടത്തുമ്പോൾ എല്ലാവരും മുന്നിൽ കയറുന്നു ട്രംപ് അടുത്ത പ്രസിഡന്റ് ആകും എന്നുള്ളത്. അപ്പോൾ ട്രംപ് പ്രസിഡന്റായി വന്നാൽ ഒരുപക്ഷെ പശ്ചിമേഷ്യയിൽ ഒരുപക്ഷെ യുദ്ധം രൂക്ഷമാകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇസ്രായേല് മുൻപിൻ നോക്കാതെ സിറിയയിൽ അറ്റാക്ക് നടത്താനുള്ള സാധ്യതയുണ്ട്, ലെബനോനിൽ അറ്റാക്ക് നടത്താനുള്ള സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ഇറാനിലേക്ക് വേണമെങ്കിൽ ഒരു അറ്റാക്ക് നടത്താനുള്ള സാധ്യതകളെല്ലാം ഉണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള പിന്തുണ അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പൊ ബൈഡന്റെ കേസാണെങ്കിൽ ഇപ്പൊ ഈ ഹമാസ് അറ്റാക്കിന് ശേഷം ബൈഡൻ എന്താ പറയുക, വേണ്ടാക്കി കൊടുത്ത ഒരു പിന്തുണ. ഇവരെപ്പോഴും ഈ കൗണ്ടർ ബാലൻസ് ചെയ്യുന്നവരാ. അവർക്ക് എപ്പോഴും ഒരു തീവ്രമായിട്ട് യുദ്ധത്തിലേക്ക് പോയിട്ട് ഒന്നാകെ അങ്ങ് ഇല്ലാതെ അങ്ങനെ ഒരു രീതി അവർക്കില്ല. അവർക്ക് ഫസ്റ്റ് ബിസിനസ് ആണ്. ഈ ബിസിനസ് തകരാത്ത രീതിയിൽ അതിന് എന്നാ ബൂസ്റ്റപ്പ് ഉണ്ടാവുകയും ചെയ്യണം. അതിനനുസരിച്ച് ജിയോ പൊളിറ്റിക്സ് മൊത്തം അവർ കൗണ്ടർ ബാലൻസ് ചെയ്യും. ഇപ്പം അവര് ഉക്രൈനിൽ അവര് കയറി അടിച്ചില്ല, അവര് ആയുധങ്ങൾ കൊടുത്തു, പ്രൈവറ്റ് ആയിട്ടുള്ള സേനകളെ അങ്ങോട്ട് അയച്ചു. അങ്ങനെ അവര് ആയുധങ്ങൾ കൊടുത്ത് കൗണ്ടർ ചെയ്ത് അവിടെ നിൽക്കുകയാണ്. അവർ അതിനെ അവിടെ നിർത്തി. ഇപ്പുറത്ത് ഇസ്രായേൽ ഹമാസിനെ അറ്റാക്ക് ചെയ്തു, ഒരു പരിധി വിട്ടു പോകാൻ അവരെ അനുവദിക്കുന്നില്ല. കാരണം അവർ യുദ്ധം എസ്കലേറ്റ് ചെയ്തു പോകാനും വേറൊരു രീതിയിലേക്ക് പോകാൻ അവർ ഒരിക്കലും അനുവദിക്കും. അപ്പോൾ പണ്ട് മുതലേ ഒരു ഡെമോക്രാറ്റുകളുടെ ഒരു രീതി എടുത്താൽ നമുക്ക് അങ്ങനെ ഒരു രീതിയാണ് കാണാൻ കഴിയുന്നത്. അതായത് റിപ്പബ്ലിക്കൻസ് ഒരു തീരുമാനം ഉണ്ടാക്കും. പിന്നെ മറ്റൊരു കാര്യമുണ്ട് റോസ്, ഈ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ ഈ ട്രംപിന്റെ ഓവൽ ഓഫീസിൽ വെച്ച് നടത്തിയ ചില പ്രാർത്ഥനകളൊക്കെ അല്ലെ, പല രാജ്യങ്ങളിലെ പീഡിത ക്രൈസ്തവര് ഓവൽ ഓഫീസിൽ ട്രംപുമായിട്ട് മീറ്റ് ചെയ്ത് അവർ ഒരുമിച്ച് പ്രാർത്ഥന നടത്തി. ആ ദൃശ്യങ്ങളൊക്കെ ഭയങ്കര ക്രൈസ്തവ ലോകത്തെയൊക്കെ ഒരു ഭയങ്കര വികാരത്തിലാഴ്ത്തിയ ദൃശ്യങ്ങളായിരുന്നു. പിന്നെ ഈ ക്രിസ്മസിന്റെ സെലിബ്രേഷൻ അല്ലെ, വൈറ്റ് ഹൗസിൽ വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ക്രിസ്മസ് കാലയളവിൽ മനോഹരമായിട്ട് അലങ്കരിച്ച് അല്ലെ, അതും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. മറ്റൊരു ഏറ്റവും നമുക്ക് അതിന്റെ ഒരു കൺക്ലൂഡിംഗിലേക്ക് വരുമ്പോൾ ഈ മാധ്യമങ്ങൾ ഈ ട്രംപിനോട് സ്വീകരിച്ച നിലപാടുണ്ട്. നമ്മളിപ്പോ ട്രംപ് അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ മെറിറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നെറ്റ് സെർച്ച് ചെയ്താൽ പോലും എന്താ പറയണേ, വളരെ നെഗറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ കണ്ടന്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ മലയാള മാധ്യമങ്ങൾ അതേപടി ഇവിടുത്തെ പ്രേക്ഷകർക്ക് വിളമ്പുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ആരായിരുന്നു ട്രംപ് സ്വീകരിച്ച ഇത്തരം നിലപാട്, പ്രത്യേകിച്ച് ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ, ഈ അഭയാർത്ഥി പ്രവാഹത്തിനെതിരെ അദ്ദേഹം ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ടുള്ള നിലപാട് നമുക്ക് ഇവിടുത്തെ ഒരു പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ എങ്ങനെയാണോ ഇവിടുത്തെ മാധ്യമങ്ങൾ ട്രീറ്റ് ചെയ്തത്, അദ്ദേഹത്തിന്റെ പുറകെ നടന്ന് നിസാര കാര്യങ്ങളെ പെരുപ്പിച്ച് കാട്ടുന്നു, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ മാധ്യമങ്ങളും അല്ല ഉദ്ദേശിക്കുന്ന പല മാധ്യമങ്ങളും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നു. പക്ഷെ ഒടുവിൽ അദ്ദേഹം ജയിച്ച് കയറുന്നു. ആ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി അദ്ദേഹത്തിന് ഇമേജ് വർദ്ധിപ്പിച്ചു, അദ്ദേഹത്തിന്റെ ജയത്തിന് വളരെയധികം കാരണമായി. സമാനമായിട്ടുള്ള രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് അമേരിക്കൻ മാധ്യമങ്ങളും ഈ കഴിഞ്ഞ ഇലക്ഷന്റെ കാലയളവിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ട്രംപിന്റെ ഒരു മെറിറ്റ്സ് അല്ലെങ്കിൽ ആ പ്രസിഡൻഷ്യൽ ഷിപ്പിലൂടെ അദ്ദേഹം അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ലോക രാജ്യങ്ങളിൽ കൊണ്ടുവന്ന നേട്ടങ്ങൾ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ ട്രംപ് തന്റെ ഭരണം കൊണ്ടുപോയി. ഒപ്പം ഈ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള നിലപാട്. പക്ഷെ അതൊന്നും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിങ് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എന്തൊക്കെയോ ഒരു അജണ്ട നിമിത്തം പരാജയപ്പെട്ടു എന്ന് നമുക്ക് പറയാം. പ്രത്യേകിച്ചും അവർക്ക് ഈ അബോർഷന്റെ കേസുകളൊന്നും അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം അവരുടെ ഇടത് സെക്കുലർ കാഴ്ചപ്പാടിനൊക്കെ വളരെ വിപരീതമാണത്. അവ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണത്. അപ്പോൾ അതിനെ ഒന്ന് അവർ എതിർക്കുന്നു. രണ്ട്,
ഈ ദേശീയതാവാദം, അദ്ദേഹത്തിന്റെ ദേശീയതാവാദം കൊണ്ട് ഒരുപാട് കമ്പനികൾക്ക് പലപ്പോഴും ഒരുപാട് കമ്പനികൾക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ചൈനയിൽ നിന്നും അടക്കമുള്ള അവരുടെ അവരുടെ ഈ ഫാക്ടറികൾ അടക്കമുള്ള കാര്യങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റേണ്ട അവസ്ഥകൾ വരുന്നത്. അപ്പം അങ്ങനെയെല്ലാം കുറെ നഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ അവിടുത്തെ ബിസിനസ് ലോബി തന്നെ ബൈഡന് വേണ്ടി നിലകൊള്ളുകയും ഭയങ്കരമായിട്ട് പ്രചാരണങ്ങൾ നടത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ ഈ ക്രൈസ്തവ നിലപാടുകൾ ഒരിക്കലും ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് വളരെ വലിയൊരു യാഥാർത്ഥ്യം. നമുക്ക് അന്നത്തെ ഒരു ഇലക്ഷന്റെ ആ റിസൾട്ട് വന്ന് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ രാത്രി ട്രംപ് ജയിച്ചു എന്നാണ് വിചാരിച്ചിരുന്നത്. പിറ്റേ ദിവസമായപ്പോഴാണ് കാര്യങ്ങൾ മാറിയത്. അതിന്റെ പിന്നിലുള്ള പല വിവാദങ്ങളും ചർച്ചകളും പല കോൺസ്പിറസി തിയറികളും ഒക്കെ നടക്കുന്നുണ്ട്. അത് എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ തീർച്ചയായിട്ടും ട്രംപിനെ പോലുള്ള ഒരു ഭരണാധികാരി അമേരിക്കയുടെ ഒരു ഭരണസിരാ കേന്ദ്രത്തിൽ തീർച്ചയായിട്ടും വരണം. ഒപ്പം ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ടുള്ള, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള ട്രംപിന്റെ ഒരു ബന്ധം എന്ന് പറയുന്നത് ഊഷ്മളമാണ്. ട്രംപിന്റെ ആ ഒരു പ്രസിഡൻഷ്യൽഷിപ്പിന്റെ കാലയളവിലാണ് നമസ്തേ ട്രംപ് എന്നൊക്കെ പറഞ്ഞ് ഒരു വലിയൊരു പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിച്ച് പരസ്പരം ഇരുകൂട്ടരും പരസ്പരം പുകഴ്ത്തി സംസാരിച്ചു. അമേരിക്കയും, അതായത് ട്രംപ് ആണെങ്കിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധം ഇപ്പോഴും കുഴപ്പമില്ല, പക്ഷെ കുറെ കൂടി ഊഷ്മളമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും തമ്മിലൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കൂടി അതിലൊരു ഫാക്ടറാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ഇക്വേഷനിലും അവർ കറക്റ്റാണ്. അവിടെയും ഒരു പോപ്പുലിസ്റ്റ് ശൈലിയാണ്, ഇവിടെയും ഒരു പോപ്പുലിസ്റ്റ് ശൈലിയുണ്ട്. എന്ന് വെച്ചാൽ മേക്കിംഗ് ഇന്ത്യ അടക്കമുള്ള രീതിയിൽ ഇന്ത്യ ഗ്രേറ്റ് ആക്കുക എന്നുള്ള രീതി, അവിടെ അമേരിക്കയെ ഗ്രേറ്റ് ആക്കുക എന്നുള്ളത്. അത് മാത്രമല്ല, ഈ സമയത്ത് ഉഭയകക്ഷി കരാറുകൾ അടക്കമുള്ള പല കരാറുകളിൽ ഒപ്പിടുകയും ഒരുപാട് ഇപ്പൊ ആയുധത്തിന്റെ വാങ്ങുന്ന കാര്യത്തിൽ ഇപ്പം ആയുധത്തിന്റെ ട്രേഡ് വളരെ വലിയൊരു കാര്യമാണല്ലോ ഈ കാലഘട്ടത്തില്. അപ്പോൾ ഇന്ത്യ അവിടെ നിന്ന് ആയുധങ്ങൾ വാങ്ങാനുള്ള കരാറുകളിൽ ഒപ്പിടുകയും അടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ കമ്പനികൾ തമ്മിൽ കരാറുകൾ ഒപ്പിടുന്നതല്ല, അങ്ങനെ ഒരുപാട് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ബെനഫിറ്റുകൾ രണ്ട് രാജ്യങ്ങൾക്കും ഉണ്ടായി, അമേരിക്കയ്ക്കും ധാരാളമായി ഉണ്ടായി. അതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു റിലേഷൻ കൂടുതലായി ഉണ്ടായത് ഈ ട്രംപ് മോദി കാലഘട്ടത്തിൽ. അപ്പൊ ഇനി അദ്ദേഹം വരികയാണെങ്കിൽ പോലും ഇന്ത്യയെ സംബന്ധിച്ച് അത് വളരെ വലിയൊരു നേട്ടം തന്നെയായിരിക്കും എന്നാണ് പറയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും. ഈ അടുത്ത് പ്യൂ റിസർച്ച് റിപ്പോർട്ടിന്റെ ഒരു ഫലം പുറത്തു വന്നിരുന്നു. അതനുസരിച്ച് 55% കത്തോലിക്കരും ട്രംപിനെയാണ് അനുകൂലിക്കുന്നത്. ആക്ച്വലി ബൈഡനാണ് കത്തോലിക്കൻ ആയിട്ടുള്ള ഇപ്പൊ ഒരു സ്ഥാനാർത്ഥി ഉള്ളത്, എന്നിട്ടും ട്രംപിനെ അനുകൂലിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ക്രൈസ്തവ നിലപാടുകളാണ് അതിന് കാരണമായിട്ട് നിൽക്കുന്നത്. ഈ വിഷയത്തിൽ ഞങ്ങളുടെ നിലപാട് ഇതാണ്. സമകാലിക അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യത്തിൽ ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരി അമേരിക്കയുടെ ഭരണം കൈയാളേണ്ടത് ആവശ്യമാണ്. വ്യക്തതയാർന്ന, തെളിമയാർന്ന, കൃത്യതയാർന്ന നിലപാടുള്ള നല്ലൊരു അമേരിക്കൻ പ്രസിഡന്റ്. ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ ട്രംപ് എടുക്കുന്ന നിലപാടുകളെ, അനധികൃത കുടിയേറ്റത്തിനെതിരെ ട്രംപ് എടുക്കുന്ന നിലപാടുകളെ, ഒപ്പം തന്നെ ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ട്രംപ് എടുക്കുന്ന നിലപാടുകളെ, ഒപ്പം ഇസ്രായേലിന് ശക്തമായിട്ട് പിന്തുണ അറിയിച്ചുകൊണ്ട് ട്രംപ് എടുക്കുന്ന നിലപാടുകളെ ഞങ്ങൾ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. ഇത്തരത്തിലുള്ള നല്ലൊരു പ്രസിഡന്റ് അമേരിക്കയ്ക്ക് ഈ 2024 ഇലക്ഷനിൽ ലഭിക്കട്ടെ. ഒപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലേക്ക് ആര് തന്നെ വന്നാലും അദ്ദേഹത്തിന് നമ്മുടെ രാജ്യമായ ഇന്ത്യയുമായി നല്ലൊരു ഊഷ്മളമായിട്ടുള്ള ഒരു ബന്ധം പുലർത്താൻ സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.